പ്ലാസ്റ്റിക് പൊട്ടുമോ? പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നിരങ്ങി നീങ്ങാൻ എളുപ്പമായിരിക്കും. എടാ എന്താണ് നിന്റെ കുഴപ്പം? എടാ അവർക്ക് നടന്നു പോകാനെങ്കിലും കുറച്ച് സ്ഥലം കൊടുക്കടാ. നമുക്ക് കാണാൻ അവർ ഒട്ടും കംഫർട്ടല്ല ആ സിറ്റുവേഷനിൽ. എടാ ഒരു പരിചയമില്ലാത്ത നേരിട്ട് കണ്ടിട്ടില്ലാത്ത കുറേ എണ്ണങ്ങൾ അതും ക്യാമറയായിട്ട് ഒരു പെൺകുട്ടിയുടെ നേർക്ക് ചെല്ലുക. ഇനിയിപ്പോൾ ഏത് പെൺകുട്ടി ആയിക്കോട്ടെ, സെലിബ്രിറ്റി ആയിക്കോട്ടെ, നോർമലായിട്ടൊരു പെൺകുട്ടി ആയിക്കോട്ടെ, ആർക്കും ഒരിക്കലും കംഫർട്ട് ഇല്ലാത്തൊരു സിറ്റുവേഷനാണത്. അതുപോലും ചിന്തിക്കാൻ പറ്റാത്ത നാരികളായപ്പോഴാണ് നീയൊക്കെ. ഗിസയിലെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എക്സിറ്റ് ആയതിനു ശേഷം നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴുകന്മാർ ആക്രമിക്കുവാണൊക്കെയല്ലടാ എല്ലാം കൂടെ ചാടി വീഴുന്നത്. പക്ഷേ ഇതൊന്നും അവരുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും സങ്കടം വേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ്, അതാണ് ഇവൻ്റെയൊക്കെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ ക്യാമറയും തൂക്കി പിടിച്ച ആ പെൺകുട്ടിയുടെ ചുറ്റും അവർക്ക് കംഫർട്ട് അല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി ഇവനൊക്കെ നടക്കുന്നത്. അതൊക്കെ പോട്ടെ, ഈ വീഡിയോയുടെയൊക്കെ അടി വരുന്ന കമൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അതാണ് ഇതിനേക്കാളും ഭയാനകം. പ്ലാസ്റ്റിക് പൊട്ടുമോ? പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നിരങ്ങി നീങ്ങാൻ എളുപ്പമായിരിക്കും. എടാ എന്താണ് നിന്റെ കുഴപ്പം? ഇത് നല്ലൊരു കമൻറ്റാണ്. നമ്മുടെ മലയാളികൾക്ക് എന്താണ് പറ്റിയത്? തലക്കോളം മുഴുവട്ട്, അതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല.